കണ്ണൂരിലെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ക്ഷേത്രം ട്രസ്റ്റി മെമ്പർ മാധവൻ ടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു മൃഗബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി തനിക്കെതിരെ ഒരു രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു യാഗം നടന്നു എന്നുള്ളതാണ് DK ശിവകുമാർ ഉന്നയിക്കുന്നത്. ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അങ്ങനെയുള്ള പൂജകൾ എന്തെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എങ്ങനെ നടന്നിട്ടുണ്ടോ? ഇല്ല, ഇന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ അത് ശരിക്കും പൂർണ്ണം 100% വാസ്തവവിരുദ്ധമായ പ്രസ്താവനയാണ്. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു യാഗം നടക്കാറേ ഇല്ല. ശത്രുസംഹാര പൂജ അവിടെ ഇല്ല. പിന്നെ ക്ഷേത്രത്തിലോ അതിന് പരിസരത്തോ അങ്ങനെ ഒരു പൂജയോ ഒരു മൃഗബലികളോ ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് ക്ഷേത്രത്തെ കൂടി വലിച്ചിഴച്ച് അതിനെ അവമാനിക്കുന്ന ഒരു വിധമായി പോയി എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ പൂജാ ചടങ്ങുകളിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ മൃഗബലിയോ അല്ല അങ്ങനെയുള്ള കർമ്മങ്ങളോ ഒന്നും തന്നെ ഇല്ല. മാംസപൂജ ഒന്നും അവിടെ നടക്കാറില്ല. വെച്ചിട്ട് ബ്രാഹ്മണ ആ രീതിയിലുള്ള പൂജകളാണ് മാത്രമേ നടക്കാറുള്ളൂ. ബ്രാഹ്മണ പൂജ മാത്രമേ നടക്കാറുള്ളൂ. ശത്രുസംഹാര പൂജ അവിടെ ഇല്ല. അത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ്. അല്ലാതെ കണ്ട് അവിടെ ആ ക്ഷേത്രത്തിൽ ആ പരിസരത്തോ എവിടെയും അങ്ങനെ ഒരു അറിവ് നടന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. നമ്മൾ മുഴുവനായിട്ട് പരിസരത്തെല്ലാം അന്വേഷിച്ചു, എവിടെയും ഇല്ല. ക്ഷേത്രത്തിലെ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരികളുമായി ബന്ധപ്പെട്ടൊക്കെ അവരാരെങ്കിലും തരത്തിൽ പങ്കെടുത്തുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും കർമ്മങ്ങളോ? ഇല്ല, ഒരു കർമ്മമില്ല. 100% വാസ്തവ വിരുദ്ധം. അദ്ദേഹത്തെ പൂർണ്ണമായി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അല്ലെങ്കിൽ മറ്റേ യെദ്യൂരപ്പൊക്കെ അവിടെ വരാറുണ്ട്, അതുകൊണ്ട് വലിച്ചിഴച്ചതായിരിക്കാം. അത്രയുള്ള കാര്യത്തിൽ കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു യെദ്യൂരപ്പ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയപരമായി രണ്ട് വിഭാഗത്തിലേക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ മാടായിക്കാവിൽ ഉൾപ്പെടെയുള്ള അവിടെ ഇത്തരത്തിൽ മൃഗബലി ഇപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അവിടെ മൃഗബലി നടക്കാറില്ല, പക്ഷേ ശത്രുസംഹാര പൂജ അവിടെ ഉണ്ടാകാറുണ്ട്. മൃഗബലി ഉണ്ടാവാറില്ല. യാഗമൊന്നും അങ്ങനെ വിപുലമായ തോതിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പിൽ അങ്ങനെയൊക്കെയാണ് ഇല്ല. എവിടെയില്ല. എന്തായാലും ഈ ആരോപണം പൂർണ്ണമായോ തോതിൽ ഈ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ദേവസ്വം അധികാരികൾ നിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പൂജ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടത്താറില്ല. മൃഗബലിയോ മറ്റ് ചടങ്ങുകളോ ഒന്നും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പൂജാകർമ്മങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്താറില്ല. അത് പാരമ്പര്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളാണ് എന്നുള്ള കാര്യമാണ് ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.